ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇടവകപ്പള്ളിയിലെ പെരുന്നാളിന് വന്നിരിക്കുക കേട്ടോ. പക്ഷേ നമ്മൾ കുറച്ച് ലേറ്റായിരുന്നു, കാരണം നമുക്ക് പള്ളിയിലെ കുർബാനയും കാര്യങ്ങളൊന്നും കൂടാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെയായിട്ട് നമ്മുടെ അബിഗയിൽ നിന്ന് നല്ല ടെമ്പറേച്ചർ വന്നായിരുന്നു. ഏകദേശം ഒരു 101 ഒക്കെ ആൾ ഉച്ചയ്ക്ക് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് നല്ല പനി വന്നായിരുന്നു. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ കൊച്ചു ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ ആൾക്ക് നമ്മൾ മരുന്നൊക്കെ കൊടുത്ത് ആളെ കുറച്ച് നേരം കൂടി ഒന്ന് കിടത്തിയതിന് ശേഷമാണ് ഏകദേശം കുർബാന തീരാറായപ്പോഴാണ് കേട്ടോ ആളൊന്ന് എഴുന്നേറ്റ് ചിറപ്പായത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവൾക്ക് ചേച്ചിമാരൊക്കെ പള്ളിയിൽ പോയി എന്ന് പറഞ്ഞപ്പോഴേക്കും അവൾക്കും പള്ളി കാണണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് പിന്നെ അവളെയും കൂട്ടിയിട്ട് ഞങ്ങൾ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ പള്ളി വന്നപ്പോഴേക്കും ഏകദേശം പ്രദക്ഷിണമൊക്കെ പോയായിരുന്നു. പ്രദക്ഷിണം തിരിച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ ചേച്ചിമാരൊക്കെ പ്രദക്ഷിണത്തിന് പോയിട്ടുണ്ടായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെ വെയിറ്റ് ചെയ്യാനും പിന്നെ പള്ളിയിലെ പെരുന്നാളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാനും കൂടി വന്നതാണ്. അപ്പം നമ്മുടെ ഈയണ്ടേർക്ക് നമ്മുടെ പള്ളി പെരുന്നാൾ ലൈറ്റ്സും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാം നല്ല സൂക്ഷിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ചേച്ചി അവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ കപ്പേലയുടെ അടുത്ത്. അവസാനം ആളവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഈയണ്ടേർക്ക് ഇങ്ങനെ ഈ ലൈറ്റ്സൊക്കെ കണ്ടപ്പം ആദ്യത്തെ പെരുന്നാളാണല്ലോ, കൊച്ചി ഇതുവരെ അങ്ങനെ പെരുന്നാളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പെരുന്നാൾ കാണുമായിരുന്നു ആൾ. ലൈറ്റ്സൊക്കെ കണ്ട് പിന്നെ അവിടുത്തെ സൗണ്ടൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു കേട്ടോ. അത് ഓരോന്നിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ആൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അഭിചേച്ചിക്ക് ഈ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കളിപ്പാട്ടങ്ങൾ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കളിപ്പാട്ടമൊക്കെ വാങ്ങാൻ പോയായിരുന്നു കേട്ടോ. അങ്ങനെ അഭിചേച്ചി ഒരു കയ്യിലൊരു നൈഫ് പോലത്തെ ഒരു സംഭവം, ഒരു ലൈറ്റൊക്കെ ഉള്ള സംഭവം മേടിച്ചായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഒന്ന് നമ്മളൊന്ന് കൈകൊണ്ട് തന്നെ കാണിക്കുമ്പോഴേക്കും ഷേക്ക് ചെയ്യുമ്പോൾ തന്നെ അതൊന്നിങ്ങനെ നീളം വയ്ക്കും കേട്ടോ. പോപ്പപ്പായ പോലെ ഇങ്ങനെ അപ്പാവും. അപ്പോൾ അതിനകത്തിങ്ങനെ പല കളർ ലൈറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈയണ്ടർക്കിനെ അവളതിങ്ങനെ കളിക്കുന്നത് കണ്ടിട്ട് അവനത് വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അവനിങ്ങനെ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ചായുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനത് മേടിച്ച് കഴിഞ്ഞപ്പോൾ അവനത് ഇഷ്ടമായി സംഭവം. പക്ഷേ എന്ത് കിട്ടിയാലും ആസ് യൂഷ്വൽ വായിലേക്ക് വെക്കുന്നൊരു സ്വഭാവം അവനുണ്ട്. അപ്പോൾ അത് വായിലേക്ക് വെക്കാനുള്ളൊരു ട്രൈ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് അഭിചേച്ചി മേടിച്ചതായത് കൊണ്ട് തന്നെ അത് വേഗം അഭിചേച്ചിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അഭിചേച്ചിയും അവിടെ കിടന്ന് കഴിയുന്നുണ്ടായിരുന്നു. പിന്നെ അഭിചേച്ചിയുടെ കയ്യിലുള്ള ആ സാധനം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അവന് ഒരു രക്ഷയില്ലാട്ടോ കഴിയുന്നത്. അപ്പോൾ അവനത് കിട്ടാൻ വേണ്ടിയിട്ട് കിടന്ന് ഒച്ചെടുക്കുന്നു, അതങ്ങോട്ട് ചായുന്നു, പിടിക്കാൻ പോകുന്നു, അങ്ങനെയൊക്കെ കിടന്നു ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ അഭിചേച്ചീനെ ഞങ്ങൾ കരയിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി, കാരണം ആൾ ഓൾറെഡി പനിയിലാണ്. പിന്നെ നമ്മുടെ ഈ മരുന്നൊക്കെ കൊടുത്തിരിക്കുന്ന ആ ഒരു എഫക്റ്റിലാണ് ആൾ ഇങ്ങനെ പിടിച്ച് നിൽക്കണേ ഉള്ളൂ. പിന്നെ ഫുഡൊക്കെ കഴിക്കലൊക്കെ കുറഞ്ഞായിരുന്നു കേട്ടോ. ഈ പനി വരുമ്പോൾ യൂഷ്വലി ഇങ്ങനെയായിരുന്നല്ലോ. അപ്പം ആ കുട്ടി ഇപ്പോൾ കപ്പേലയുടെ അടുത്ത് നമ്മുടെ രാധമ്മയാണ് ആ വീട്ടിൽ വിളിച്ചിരിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് കുറേ നേരം കഴിഞ്ഞായിരുന്നു. അപ്പം ഞങ്ങൾ ഈ നമ്മുടെ പ്രദക്ഷിണം കയറി വരാനായിട്ട്. പ്രദക്ഷിണത്തിലാണ് നമ്മുടെ ചേച്ചിമാരുള്ളത്. ചേച്ചിമാർ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പ്രദക്ഷിണത്തിന് പോയിരിക്കുന്നത്. അപ്പോൾ അവർ നേരത്തെ തന്നെ പള്ളിയിൽ നിന്ന് പോവുകയായിരുന്നു. അപ്പോൾ അങ്ങനെ അവസാനം നോക്കിയിരുന്നത് നമ്മുടെ പ്രദക്ഷിണം വരുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ഒരു ജംഗ്ഷനാണ്. അപ്പോൾ ആ ജംഗ്ഷനിലാണ് പ്രദക്ഷിണം വരുന്നത്. അപ്പോൾ പ്രദക്ഷിണം നമ്മുടെ ജംഗ്ഷനിലാണല്ലോ പള്ളി. അപ്പോൾ ഏകദേശം വഴി ചുറ്റി പ്രദക്ഷിണ ജംഗ്ഷനിലേക്ക് വരുന്നതാണ് കാണുന്നത്. ചെണ്ടമേളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ചെണ്ടമേളങ്ങളൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ സൗണ്ടൊക്കെ നിങ്ങൾക്ക് ഏകദേശം അതിനകത്തൊരു ചെറിയ സൗണ്ട് ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ. സൗണ്ടൊക്കെ ഏകദേശം കേൾക്കാം. അപ്പോൾ എല്ലാവരും ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ചെണ്ടമേളമൊക്കെ ഇത് കഴിഞ്ഞിട്ട് അവസാനം കരിമരുന്ന് പ്രയോഗവും ചെണ്ടമേളമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇതെല്ലാം വെയിറ്റിംഗ് ആയിരുന്നു. പ്രദക്ഷിണത്തിനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊക്കെ പിന്നെ പ്രദക്ഷിണത്തിൽ പോലെ കുറവാണ്. കൊച്ചുങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇതിനെ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പ്രദക്ഷിണത്തിൽ പോകാറില്ല. ഇതിപ്പോൾ നമ്മുടെ കൊച്ചിനാണെങ്കിലും വയ്യല്ലോ, പുള്ളിനും ഓൾറെഡി വയ്യാത്തതുകൊണ്ട് പ്രദക്ഷിണത്തിന് പോകാനും പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ പ്രദക്ഷിണത്തിന് ഓരോരുത്തർ പോവുകയാണ് കാണുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പ്രദക്ഷിണമൊന്നും കാണിക്കുന്നില്ല. ഞാൻ കുറച്ച് ക്ലിപ്സായിട്ട് കാണിക്കുന്നുള്ളൂ. കാരണം ഇതിപ്പം ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത്തായി പോകുമല്ലോ വീഡിയോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലെങ്ത്തായിട്ട് പോകണ്ടല്ലോ എന്ന് കരുതി. പിന്നെ നമ്മുടെ അഭിയന് അത്ര പനി ഉണ്ടെങ്കിലും ആൾക്കൊരു വിഷമമാവണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്ത് ഇതൊക്കെ ഒന്ന് കാണാൻ നിന്നത്. പിന്നെ നമുക്ക് ചേച്ചിമാരെയും കൂട്ടിയിട്ട് വേണം തിരികെ പോകാനായിട്ട്. രാത്രിയായല്ലോ, ഒരുപാട് സമയം വെയിറ്റ് ചെയ്യാനും പറ്റത്തില്ല. പിന്നെ അഭിയലിന് നാളെ നമുക്ക് ഡാൻസൊക്കെ ഉള്ളതാണ്. അവൾക്ക് പ്രോഗ്രാമുണ്ട്. അവരുടെ ആനിവേഴ്സറി കൊച്ചിൻ പബ്ലിക് സ്കൂളിലാണ് നടക്കുന്നത്. ടൈം കിഡ്സിലാണ് അഭിയൽ പഠിക്കുന്നത്, PP1. അപ്പോൾ അതുകൊണ്ട്
അവൾ നേരത്തെ കിടന്ന് ഉറങ്ങണം, നേരത്തെ എഴുന്നേൽക്കണമല്ലോ എന്നൊക്കെ കരുതിയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പോകണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ ചേച്ചിമാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ കൂട്ടത്തിൽ നമ്മുടെ ചേച്ചിമാരുണ്ട്, അഞ്ജലിനെയും അന്മരിയും ഉണ്ട് കേട്ടോ. അവർ വൈറ്റ് ഡ്രസ്സിലാണ് വരുന്നത്. അവരെല്ലാ പ്രാവശ്യവും പ്രദക്ഷിണത്തിൽ അവർ വൈറ്റ് ഡ്രസ്സിലാണ് നിൽക്കുന്നത്. അപ്പോൾ വൈറ്റ് ഡ്രസ്സ് ഓൾറെഡി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ മാതൃസംഘത്തിൻ്റെ ഗ്രൂപ്പുകാരൊക്കെയാണ് ഓരോരോ ഡ്രസ്സിൽ യൂണിഫോമിലൊക്കെ വരുന്നത്. അപ്പം നമ്മുടെ മാതാവും പുണ്യാളന്മാരൊക്കെ കൊണ്ടുവരുവാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ കരിമരുന്ന് പ്രയോഗവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ വേക്കണ്ട നല്ല പടക്കം ഒക്കെ പൊട്ടിയായിരുന്നു കേട്ടോ. കുറേ നേരം ഭയങ്കര സൗണ്ടിലാണ് പൊട്ടിയത്. നമ്മൾ ഒരുപാട് ദൂരെയൊന്നും നിന്നില്ല, ഒരുപാട് ദൂരങ്ങളൊന്നും ഇത് കാണാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ആ സമയം കൊണ്ട് നമുക്ക് ഓടിപ്പോകാനും പറ്റിയില്ല. പിന്നെ സംഭവം നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിലെ വൈബ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടിലെ വൈബ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ പെരുന്നാളുകളാണല്ലോ. ഇതൊരു ചെറിയ ഇടവകപ്പള്ളിയാണ് കേട്ടോ, വളരെ ചെറിയൊരു ഇടവകപ്പള്ളിയാണ്. അതുകൊണ്ട് വലിയ പെരുന്നാളൊന്നുമില്ല, ഒരു ഉള്ളേരിയ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പെരുന്നാളെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെയുള്ള ആളുകൾക്ക് ഈ വർഷത്തിൽ ഒരു ദിവസം വരുന്ന ഈ ചെറിയ പെരുന്നാളെന്ന് പറഞ്ഞാൽ വലിയ ആഘോഷമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പെരുന്നാളുകളിലാണല്ലോ നമുക്ക് ഇതുപോലുള്ളതൊക്കെ കാണാൻ പറ്റും. കുറേ ഇങ്ങനെ തീയുടെയൊക്കെ ചെറിയ കനലുകളൊക്കെ ഇടയ്ക്കൊക്കെ നിലത്തും നമ്മുടെ ഈ അരികത്ത് റോഡിലൊക്കെ വീഴായിരുന്നു കേട്ടോ, റോഡിൻ്റെ സെൻറ്ററിലൊക്കെ ആയിട്ട്. ആളുകളുടെ മേത്ത് വീണതായിട്ട് കണ്ടില്ല. പക്ഷേ കരിമരുന്ന് പ്രയോഗമൊക്കെ നല്ല അടിപൊളിയായിരുന്നു, കാണാനൊക്കെ നല്ല വൈബായിരുന്നു. നമ്മുടെ ഇയാൻ മോനെ എന്താണെന്ന് അറിയില്ല, ഇയാൻ മോൻ അത്ര വലിയ കണ്ട് പേടിച്ചൊന്നുമില്ല കേട്ടോ. ഇനി ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവൻ്റെ ചെവി പൊത്തി കൊടുക്കാൻ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ചെവി പൊത്തി കൊടുക്കണമെന്ന് അവന് ഇഷ്ടമല്ലായിരുന്നു. സാധാരണഗതിയിൽ ഈ ഭയങ്കര ഹെവി സൗണ്ട് വരുമ്പോൾ കുട്ടികൾക്ക് അത്ര നല്ലതല്ല എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഇങ്ങനെ അവൻ്റെ ചെവി അടയ്ക്കാൻ ശ്രമിച്ചായിരുന്നു, പക്ഷേ അത് പറ്റിയില്ലായിരുന്നു. പിന്നെ നമ്മുടെ അഭിചേച്ചിയൊക്കെ കൂളായിട്ട് കണ്ടു, ആർക്കും അങ്ങനെ പേടിയൊന്നുമില്ല. കാരണം നമ്മളിങ്ങനെ നമ്മുടെ ഇടവകപ്പള്ളിയിലെ പെരുന്നാൾ നേരത്തെ മുതൽ കാണുന്നതാണല്ലോ. ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്കൊന്ന് കാണിച്ചു കൊടുക്കണമെന്ന് ഉണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ വേറെ അങ്ങനെ പെരുന്നാളുകളിലൊന്നും ഇങ്ങനെ കാണാൻ പോകാറില്ല, കരിമരുന്ന് പ്രയോഗങ്ങളൊന്നും കാണാൻ നിൽക്കാറില്ല. ഇതിപ്പം നമ്മുടെ ഇടവകപ്പള്ളിയിലെ പെരുന്നാളായതുകൊണ്ട് നമ്മളിത് കാണാൻ നിൽക്കുന്നത്. കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ കരിമരുന്ന് പ്രയോഗം, കുറേ നേരം നിന്നും നമുക്ക് കാണാമായിരുന്നു. പക്ഷെ കുറേ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അഭിചേച്ചി ആണെങ്കിലും പതുക്കെ ഒന്ന് ഡൗൺ ആവാൻ തുടങ്ങി. ആ മരുന്നിൻ്റെ സെഡേഷൻ കഴിഞ്ഞപ്പോഴേക്കും ആളൊന്ന് ഡൗൺ ആവാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ പിന്നെ വീണ്ടും കളിപ്പാട്ടം മേടിക്കണത് ചേച്ചിമാരൊക്കെ പറഞ്ഞപ്പോഴേക്കും ഒരു ചേച്ചി പറഞ്ഞപ്പോഴേക്കും നമ്മളപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം കളിപ്പാട്ടം മേടിക്കാൻ പോകാനും. ഇത് ഈ കരിമരുന്ന് പ്രയോഗത്തിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഈ കളിപ്പാട്ടത്തിൻ്റെ കട. അപ്പോൾ അത് ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കളിപ്പാട്ടങ്ങളൊക്കെ മേടിക്കാൻ പോയിട്ട്, അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും നമ്മുടെ ഇയാണ്ടർക്ക് കാണുന്ന കളിപ്പാട്ടങ്ങളിലൊക്കെ അവൻ കയ്യെത്തിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവന് വേണ്ടിയിട്ട് ഒരു കളിപ്പാട്ടവും മേടിച്ചു. പിന്നെ നമ്മുടെ ചേച്ചിമാരും കളിപ്പാട്ടം. അപ്പോൾ അഭിചേച്ചിക്ക് പനിയായതുകൊണ്ട് തന്നെ ഡൗൺ ആവാൻ തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾ വേഗം പെരുന്നാളിനൊക്കെ വീട്ടിലേക്ക് തിരിച്ച് പോകാൻ കേട്ടോ.